മണ്ണിലെ കണ്ണീരും മാളികയിലെ ചിരിയും. തിരുവനന്തപുരം നഗരത്തിന്റെ അതിരുകളിൽ ഒരുകാലത്ത് അലക്കുതൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ഒരു ചെറിയ ലോകമുണ്ടായിരുന്നു. മഴ പെയ്താൽ ചോരുന്ന ഓലക്കൂരകൾക്കുള്ളിൽ അവർ സ്വപ്നം കണ്ടു ജീവിച്ചു. എന്നാൽ വികസനത്തിന്റെ ബുൾഡോസറുകൾ ആ സ്വപ്നങ്ങളെ ഒരു രാത്രി കൊണ്ട് ചതച്ചരച്ചു. ആ പാവങ്ങളുടെ കണ്ണീർ വീണ മണ്ണിലാണ് മാധവൻ എന്ന മഹാൻ തന്റെ സ്ഫടിക സാമ്രാജ്യം പടുത്തുയർത്തിയത്. മാധവൻ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല, അയാൾ നഗരത്തിന്റെ നന്മയുടെ മുഖം ആയിരുന്നു. കൂടെ നിന്ന പങ്കാളിയെ ചതിച്ചുണ്ടാക്കിയ പണമായിരുന്നു അയാളുടെ അടിത്തറ. ചതിയുടെ ആ കറുത്ത പാടുകൾ മറക്കാൻ അയാൾ പച്ചപിടിച്ച ബോർഡുകളും മധുരമുള്ള വാക്കുകളും ഉപയോഗിച്ചു. ചാനൽ ചർച്ചകളിൽ അയാൾ ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അവാർഡ് നൈറ്റുകളിൽ പുഞ്ചിരിച്ചു, ചാരിറ്റി ക്യാമ്പയിനുകളിൽ പണം വാരിയെറിഞ്ഞു. മാധ്യമങ്ങൾ അയാളെ ആരാധിച്ചു. ചോദ്യം ചോദിക്കാൻ മുതിർന്നവർ വികസനവിരുദ്ധരായി മുദ്രകുത്തപ്പെട്ടു. അങ്ങനെ അധികാരത്തിന്റെയും പണത്തിന്റെയും കോട്ടക്കുള്ളിൽ മാധവൻ സുരക്ഷിതനായി വാണു. പക്ഷേ കാലം അതിന്റെ കണക്കുപുസ്തകം അടച്ചുവെച്ചിരുന്നില്ല. ദൈവത്തിന്റെ അക്കൗണ്ടിൽ പലിശയില്ല, പക്ഷേ കൃത്യമായ തീർപ്പുണ്ട്. അപ്രതീക്ഷിതമായ ഒരു നിമിഷം അയാളുടെ ചതിയുടെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. ഇന്നലെ വരെ സ്തുതി പാടിയവർ ഇന്ന് മാധവനെ തള്ളിപ്പറയാൻ മത്സരിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സത്യമറിയുന്നവർക്ക് അതൊരു അത്ഭുതമായിരുന്നില്ല. അത് ഒരു വിത്തുപാകിയപ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ട കഥയുടെ അവസാന വാക്യമായിരുന്നു.